വർഗീയ പരാമർശവുമായി സജി ചെറിയാൻ. മുസ്ലിം ലീഗിന്റേത് വർഗീയത വളർത്തുന്ന രാഷ്ട്രീയമാണ്. കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് നോക്കിയാൽ വർഗീയ ധ്രുവീകരണം ഉണ്ടോ എന്നറിയാം. ലീഗ് ഒരു വിഭാഗത്തെ വർഗീയമായി ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും സജി ചെറിയാൻ. മുസ്ലിം ലീഗ് കേരളത്തിൽ ഉണ്ടാക്കുന്ന ധ്രുവീകരണം ആർക്കും മനസ്സിലാകുന്നില്ല. മുസ്ലിം ലീഗ് കേരളത്തിൽ ഒരു വിഭാഗത്തെ വർഗീയമായി ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്നുള്ള വസ്തുതയല്ലേ. ലീഗിന്റെ രാഷ്ട്രീയം ഈ കേരളത്തിൽ വർഗീയത വളർത്തുന്ന രാഷ്ട്രീയമാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ആ കാര്യത്തിൽ യാതൊരു വ്യത്യാസമില്ല. ആ നിലപാട് തന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ മലപ്പുറത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു വന്നവരുടെ പേരൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി അങ്ങനെ പോകാൻ പാടുണ്ടോ? കാസർഗോഡ് മുനിസിപ്പാലിറ്റി എടുത്തു നോക്ക്. നിങ്ങളിത് ഉത്തർപ്രദേശും മധ്യപ്രദേശും ആക്കാൻ ശ്രമിക്കരുത്. ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, വെള്ളാപ്പള്ളി പറയുന്ന വർഗീയത സജി ചെറിയാൻ ആവർത്തിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? പറയുന്നത് എന്നാണ് സജി ചെറിയാൻ വ്യക്തമാക്കുന്നത്. ഫൈസൽ, കേൾക്കാമോ? ഹലോ, ഒരു RSSന്റെ മറുഭാഗം എന്നാണ് സജി ചെറിയാൻ മുസ്ലിം ലീഗിനെ പറ്റി പറയുന്നത്. അതായത് ഒരു നാണയത്തിന്റെ ഇരുവശം എന്ന രീതിയിലാണ് മുസ്ലിം ലീഗ് RSSന്റെ മറുഭാഗം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ മുസ്ലിം ലീഗ് വിഭാഗത്തെ വർഗീയമായി മുസ്ലിം ലീഗ് ഒരു വിഭാഗത്തെ, അതായത് മുസ്ലിം വിഭാഗത്തെ തന്നെ വർഗീയമായി ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു വാക്കുകൂടി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ലീഗിന്റെ രാഷ്ട്രീയം വർഗീയത വളർത്തുന്നതാണ് ലീഗിന്റെ രാഷ്ട്രീയം. അത് തന്നെയാണ് തങ്ങൾ മുമ്പും പറഞ്ഞത്. ആ നിലപാടിൽ നിന്നും ഒട്ടും മാറ്റമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അതിനെ ഒരു ഉദാഹരണമായി എടുത്തു പറയുന്നത് കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാം വർഗീയ ധ്രുവീകരണം ഉണ്ടോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് സജി ചെറിയാൻ എടുത്തു പറയുന്നത്. അതായത് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തുന്നു എന്ന രീതിയിൽ മുസ്ലിങ്ങളെ പറയുന്ന പോലെ തന്നെയാണ് സജി ചെറിയാന്റെ ഇത്തരത്തിലുള്ള വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് തന്നെ. ശരി ഫൈസൽ.